ഹായ് ഗുഡ് മോർണിംഗ്. ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. നമുക്ക് നല്ല പൂരിക്കും ചപ്പാത്തിക്കും പറ്റിയ ഒരു കോളിഫ്ലവർ കറി നോക്കാം കേട്ടോ. സിമ്പിളാണ്. പോവാം. ആദ്യം നമുക്ക് കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കറിക്കുള്ള സാധനങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോള 2 കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി 2 കോളിഫ്ലവർ ഇവിടെ തിളപ്പിച്ച് വേവിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. തിളപ്പിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കോളിഫ്ലവർ എപ്പോഴും നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ച് കളയണം കേട്ടോ. വെള്ളം കളയണേ, എന്നിട്ട് കഴുകി വെക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. പുറത്ത് മഴ പെയ്യണ്ടേ. സവാള ഇട്ടിട്ടുണ്ട്. നമുക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ചപ്പാത്തിക്കും നല്ലതാണ്, പൂരിക്ക് അതിനൊക്കെ നല്ലതാണ്. വെജിറ്റേറിയൻ ഉള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ, വഴറ്റിയിട്ട്. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം രണ്ടും തക്കാളി ഇതിൽ കൂടെ നല്ലോണം വഴണ്ടിട്ട് കേട്ടോ. നമുക്ക് ഉപ്പിട്ട് കൊടുത്തില്ല, ഉപ്പിട്ട് കൊടുക്കാവേ. നമുക്ക് ഇതിലോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഒരു സ്പൂൺ കേട്ടോ. ഞാൻ എൻ്റെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 2 പ്രാവശ്യം ഇട്ടുന്നുള്ളൂ. 1 സ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ കോളിഫ്ലവർ തിളപ്പിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കുക. എൻ്റെ കുഞ്ഞ് സ്പൂണാണ്, അതിന് 1 സ്പൂൺ മുളക് പൊടി. ഇത് നല്ല എരിയുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലോണം ഇളക്കാം. ഇതിൻ്റെ പച്ച മണമൊന്ന് മാറിയിട്ട് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗരം മസാല ഇടണേ. ഗരം മസാല നമ്മൾ ചിക്കനിലൊക്കെ ഇടുന്ന ഗരം മസാല അത് കുറച്ചിട്ട് കൊടുക്കണ്ടേ. നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് ആവട്ടെ, പച്ചമണം പോട്ടെ. നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ മഞ്ഞൾപ്പൊടിയിൽ തിളപ്പിച്ച് വാറ്റിയെടുത്തതാണ്. വെള്ളം വാർത്തെടുത്തതാണ് കേട്ടോ. നമുക്ക് ഇതിലോട്ട് വെന്തതാണ്. ഞാൻ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ കേട്ടോ. ഉപ്പൊക്കെ ഇട്ടതാണ് അമ്മ കൊടുന്ന്. നല്ല തിളച്ചോട്ടെ. നമുക്ക് കുറച്ച് നേരം മൂടിയേക്കാം, ഒരു 5 മിനിറ്റ് മൂടിയേക്കാം. ഓക്കെ. കറി നല്ല തിളച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒട്ടും ഗ്രേവി ഇല്ലല്ലോ എന്ന്. നമ്മൾ കുറച്ച് തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ടേ. ഞാനത് പറഞ്ഞില്ല, പറയാഞ്ഞല്ല, വിട്ടുപോയതല്ല. ഞാനപ്പോൾ പറയാമെന്ന് വിചാരിച്ചതാണ്. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലോണം ഇളക്കാം. നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും നല്ലതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ താങ്ക് യു സോ മച്ച്. എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.